ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സന്തോഷം. ആ മീനാക്ഷിയോട് ഒരു നല്ല വാക്കെങ്കിലും പറഞ്ഞല്ലോ. അത് വിട്. ഇതുവരെ ഞാൻ വീട് പണി നടക്കുന്നിടത്തായിരുന്നു. ഓരോ ദിവസവും കയ്യിൽ നിന്ന് പണമിറങ്ങിക്കൊണ്ടിരിക്കുക. കയ്യിലുണ്ടായിരുന്നൊക്കെ തീർന്നു. ഇനി അങ്ങോട്ട് പണി നടക്കണമെങ്കിൽ ഞാനിപ്പോ ആലോചിച്ചിട്ട് നിന്റെ കയ്യിലിരിക്കുന്ന സ്വർണം പണയം വെക്കാൻ മാർഗമുള്ളൂ. അതിനെന്താ പ്രകാശേട്ടാ, നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ. സ്വർണം വെറുതെ അലമാരയിൽ പൂട്ടി വെച്ചിട്ട് എന്ത് ഗുണം കിട്ടാനാ? വാ. ആ, നീ വന്നേ. ഇവിടെ ഇരിക്കേ. ഇരിക്കേ. ഈ സ്വർണ്ണൊക്കെ ആരെങ്കിലും കണ്ടാലേ ശ്രീധനം കിട്ടിയാണെന്ന് തെറ്റിദ്ധരിക്കും. കല്യാണ സമയത്ത് സ്വർണമായിട്ടുണ്ടായിരുന്നത് ഒരു കമ്മലും മാലയും മാത്രം. ഫോട്ടോ നോക്കിയാൽ പെണ്ണിന്റെ കയ്യിലും കഴുത്തിലുമൊക്കെ ഒരുപാട് ആഭരണങ്ങൾ കിടന്ന് തിളങ്ങുന്നത് കാണാം. 2 ദിവസത്തെ തിളക്കമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓരോന്നോരോന്നായിട്ട് കറുത്തു തുടങ്ങി. ഞങ്ങൾക്കന്ന് 10 പവനെ തരാനുണ്ടായിരുന്നുള്ളൂ. അത് തരുകയും ചെയ്തു. പ്രകാശേട്ടന് പണവും സ്വർണവും വേണമായിരുന്നെങ്കിൽ ഏതെങ്കിലും പണക്കാരികളെ പോയി കെട്ടണമായിരുന്നു. എനിക്കങ്ങനെ പണത്തിനോട് ആർത്തി ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നുള്ളൂ. പക്ഷേ നിന്നെ കണ്ടപ്പോൾ ഞാൻ തീരുമാനിച്ചു, കിട്ടുന്നെങ്കിൽ നീ അത് മതിയെന്ന്. അതൊക്കെ വിട്. ഇപ്പോ ആകെ ഇത്ര സ്വർണം മാത്രമേ ഉള്ളൂ. തൽക്കാലം ഇത്രയും സ്വർണം പണയം വെക്കാം. പ്രകാശേട്ടന്റെ ഇഷ്ടം പോലെ വിൽക്കോ പണയം വെക്കോ എന്ത് വേണമെങ്കിലും ചെയ്. എനിക്ക് അതിൽ അഭിപ്രായമൊന്നുമില്ല. ഇതെടുത്ത് സൂക്ഷിച്ചു വെച്ചേക്ക്.